നിന്നിലലിയ. രചന ആഷ്ലി. അവതരണം സാലിം കരുള. ദേ ഈ കട്ടൻ ചായ ഒന്ന് ചൂടോടെ കുടിക്കുമോളെ, അപ്പോഴേ തലവേദന കുറച്ച് കുറയും. മേശപ്പുറത്ത് തലക്ക് കൈ കൊടുത്തിരിക്കുന്ന നീയടുത്തേക്ക് ചെന്ന് ഒരു കപ്പ് ചായ വെച്ചുകൊണ്ട് സാറ പറഞ്ഞു. ഒരുപാട് കരഞ്ഞ അവസാനമായപ്പോഴോ സാറയുടെ മടിയിൽ കിടന്നൊന്നും മയങ്ങിപ്പോയിരുന്നു നീയ. പിന്നെ അവൾ എഴുന്നേറ്റപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോൾ മുതൽ തുടങ്ങിയ തലവേദനയാണ് നീക്ക്. കുഞ്ഞിപ്പെണ്ണ് ഇപ്പോഴും നല്ല ഉറക്കാണ്. പെട്ടെന്ന് കോളിംഗ് ബെല്ല് കേട്ട സാറ പോയി വാതിൽ തുറന്നു. ആ ശിവ, ഇതെന്താ നീ ബാഗൊക്കെ നിൽക്കുന്നേ? വാതിൽ തുറന്നതും പുറത്ത് ലഗേജുമായി നിൽക്കുന്ന ശിവയെ നോക്കി സാറ ചോദിച്ചു. സാറയുടെ ചോദ്യം കേട്ട നീയ തലൊന്ന് പുറകോട്ട് ചിരിച്ച് അവർ പറയുന്നത് ശ്രദ്ധിച്ചു. ഞാൻ തിരികെ മുംബൈയിലേക്ക് പോകുക സാറമ്മേ. അത്യാവശ്യം തീർക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതിന് ഞാൻ പോയേ പറ്റൂ. പോകും മുമ്പേ കുഞ്ഞൊന്ന് കാണാൻ വന്നതാ ഞാൻ. അതിനെന്താ മോനെ, അകത്തേക്ക് വാ. ഞാൻ നിങ്ങളെ തിരക്കി അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. ആൽഫി ഇങ്ങോട്ടേക്ക് ഇതുവരെ കണ്ടില്ലല്ലോ. ആൽഫി ഇങ്ങോട്ട് വരില്ല സാറമ്മേ, അവന് വയ്യാതിരിക്കുക. ശിവ പറഞ്ഞത് കേട്ട് സാറൊക്കൊപ്പം നീയേയും ഞെട്ടി. വയ്യെന്നോ? എന്താ ശിവ അവന് പറ്റിയേ? സാറ ആകുലതയോടെ ശിവയുടെ കയ്യിൽ പിടിച്ച് ചോദിച്ചു. ഏയ്, ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നുമില്ല സാറമ്മേ. കിടക്കണമെന്ന് പറഞ്ഞു വന്ന് കിടന്നവനാ. ശരീരം മുഴുവൻ വിളക്കുന്നത് കണ്ട് ചെന്ന് നോക്കിയപ്പോൾ ചുട്ടുപൊള്ളുന്ന പനി. ഇവിടെ കുഞ്ഞിപ്പെണ്ണൊക്കെ ഉള്ളതല്ലേ, അതാ പിന്നെ അവനവിടെ തന്നെ കിടന്നത്. ഈശോയെ, ഇച്ചായൻ. ശിവ പറഞ്ഞത് കേട്ട് നീ നെഞ്ചിൽ കൈവച്ച് മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് നല്ല പനിയാണ് ശിവ, ഹോസ്പിറ്റൽ വല്ലതും പോണോ? നീ അവനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മേലായിരുന്നോ? അല്ലേല് എന്നൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഒരമ്മയുടെ എല്ലാ അവലാതിയോടും കൂടെ സാറ ശിവയോട് തിരക്കി. ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞ സാറമ്മേ, അവൻ കേട്ടില്ല. പിന്നെ അവൻ അങ്ങനെയാ, ഒരു പനി വന്നാലോ ശരീരം വയ്യാണ്ടായാലൊന്നും ഹോസ്പിറ്റലിൽ പോകാനോ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊന്നും തുനിയില്ല. അവൻ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ലെന്ന് വേണം പറയാൻ. അവനൊന്നും ഒറ്റയ്ക്കിരുന്ന അതൊക്കെ മാറ്റുന്നേ. മുഖത്ത് വരിഞ്ഞൊരു ചെറു ചിരിയോടെ ശിവ പറഞ്ഞു. അതെന്താ ശിവ അങ്ങനെ പറഞ്ഞേ നീ? സാറ മനസ്സിലാവാതെ ചോദിച്ചു. മക്കൾക്ക് പനിയോ മറ്റോ എന്തെങ്കിലും അസുഖം വന്നാൽ ആരാവും സാറമ്മ ആദ്യം വിഷമിക്കുക? നമ്മുടെ അച്ഛനമ്മമാരായിരിക്കില്ലേ? എന്നാ ആൽഫി കുഞ്ഞുനാൾ തൊട്ട് അങ്ങനെ ഒരു കരുതൽ കിട്ടിയിട്ടില്ല. അവനെന്തെങ്കിലും പറ്റിയാ ഒന്ന് വിഷമിക്കാനോ അവനൊന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. സൂസി അവനൊരിക്കലും ഒരു അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ കൊടുത്തിട്ടില്ല. ആഡംബര ജീവിതവും പണവും മാത്രമായിരുന്നു അവരുടെ കണ്ണിൽ. അന്ന് ആൽഫിക്ക് 10 വയസ്സുള്ളപ്പോഴാ എബിപ്പപ്പൊക്കെ ആക്സിഡന്റ് പറ്റി ആ പാവം തളർന്ന് കിടപ്പായി പോയത്. അന്ന് കുഞ്ഞുങ്ങളിട്ടെറിഞ്ഞ് സൂസി അവിടെ കാമുകൻ്റെ ഒപ്പം പോയി. അപ്പൊ പിന്നെ അപ്പനും ഇല്ല അമ്മയും ഇല്ലാതെ അവന് സംരക്ഷിക്കാൻ അച്ഛനോ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്നുമില്ലെന്ന് പറഞ്ഞ് പുണരാൻ അമ്മയുടെ കൈകളും ഇല്ലാത്തിരുന്ന അവന് അന്ന് മുതൽ ഒറ്റക്കായി. അവൻ്റെ സന്തോഷവും സങ്കടവും പ്രശ്നങ്ങളെല്ലാം അവൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി. എല്ലാം ഒറ്റയ്ക്ക് അതിജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ആ മുൻകോപക്കാരനല്ലെങ്കിൽ ക്ലൗഡ് ഹേറ്റർ എന്നൊരു മുഖം മൂടി സ്വയം അണിഞ്ഞത്. സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിലില്ല സാറമ്മേ, ഒറ്റപ്പെട്ട് വേദനിച്ച് നിൽക്കുമ്പോൾ ഒരു താങ്ങായി ഉണ്ടാവൂ. അങ്ങനെ ആരുമില്ലായിരുന്നു ആ പാവത്തിന്. കണ്ണിലുരുണ്ട് കൂടിയ നനവോടുകൂടി ശിവത് പറഞ്ഞു നിർത്തുമ്പോൾ അവസാനം അവൻ്റെ വാക്കുകൾ ഇടറിപ്പോയി. സാറയോടാണ് പറയുന്നതെങ്കിലും മേശപ്പുറത്ത് കുനിഞ്ഞിരിക്കുന്ന നീയയിലായിരുന്നു അവൻ്റെ കണ്ണുകൾ. കൈകൊണ്ട് മുറുകെ പൊത്തിപ്പിടിച്ച് ഏങ്ങുകയായിരുന്നു നീയപ്പോൾ. ശിവയുടെ വാക്കുകളിൽ നിന്നും ആൽഫിയെ പറ്റി പറഞ്ഞതെല്ലാം കേട്ടു. തൻ്റെ പ്രാണനായവൻ ഇന്നോളം അനുഭവിച്ചതെല്ലാം പറഞ്ഞ് അവളുടെ നെഞ്ച് പൊടിയും പോലെ വേദന അനുഭവപ്പെട്ടു. കണ്ണുകൾ ഇറുകിയടിച്ചു. ഒച്ചപ്പുറത്ത് വരാതെ ഏങ്ങിക്കരഞ്ഞു പോയി. സാറിയുടെ അവസ്ഥയും മറച്ചായിരുന്നില്ല. പ്രസവിച്ചില്ലെങ്കിലും തൻ്റെ നെഞ്ചിൻ്റെ ചൂട് പറ്റി ചേർന്ന് കിടന്ന കുഞ്ഞാണ് ആൽഫി. അവനൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലഭിക്കുന്ന ഓർത്താണ് അവനെയും തനിക്ക് പ്രിയപ്പെട്ടവനെയും ഉപേക്ഷിച്ചൊരിക്കൽ അവരിൽ നിന്നും മാറിപ്പോയത്. പക്ഷേ അപ്പോഴൊന്നും അറിഞ്ഞില്ല എബിച്ചായനും അച്ചുവും ഇത്രത്തോളം വിഷമങ്ങളിലൂടെ കടന്നു പോയത്. ഓർത്തതും സാറിയുടെ ഉള്ളവും പൊള്ളി. കണ്ണുകൾ അനുസരണയില്ലാതെ നിറഞ്ഞൊരുങ്ങി. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞ് സാറമ്മക്കൂടി വിഷമിച്ചല്ലേ, സോറി. കണ്ണുകൾ തുടച്ച് ചിരിയോടെ ശിവ പറഞ്ഞതും സാറയും തൻ്റെ സാരിത്തുമ്പിൽ മുഖം തൂത്തി. ഞാനേ കുഞ്ഞിപ്പെണ്ണൊന്ന് കണ്ടിട്ട് വരട്ടെ സാരമേ, ഇനിയും നിന്നാൽ ലേറ്റാവും. 8 മണിക്ക് ഫ്ലൈറ്റ്. പറഞ്ഞുകൊണ്ട് കയ്യിലെ ട്രോളി ബാഗ് അവിടെ വെച്ച് നേരെ നീയുടെ മുറിയിലേക്ക് അവൻ നടന്നു. ബെഡിൽ സുഖമായി കിടന്നിറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ നെറുകയിൽ പതിയൊന്ന് തലോടി അവളുടെ ഉണ്ടക്കവളിൽ 2 ഉമ്മയും കൊടുത്തിട്ട് അവനിറങ്ങി. നീയാ? ആളിൽ നിന്ന് ശിവ വിളിച്ചതും അവൾ ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. ഞാൻ പോയി വരാം, അത്രമാത്രം അവളോടും പറഞ്ഞു. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് തല കുമ്പിട്ട് നീ ഒന്ന് തലയാട്ടി. അവനെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്കൊപ്പോൾ ആയിരുന്നില്ല. എന്താടോ, കുറെ നേരമായല്ലോ ആലോചന തുടങ്ങിയിട്ട്? മുംബൈയിലെ തൻ്റെ വീട്ടിലെ മുറിയിൽ ആലോചനയുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സൂസിയെ നോക്കി സാഗർ ചോദിച്ചു.
സൂസിയുടെ കാമുകനാണ് സാഗർ. സാഗറിനൊരു ഭാര്യയും 2 മക്കളൊക്കെ ഉണ്ടായിരുന്നു. സൂസിയുമായി അടുത്തപ്പോൾ അയാൾ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച് സൂസിക്കൊപ്പം കൂടിയതാണ്. അല്ല, ആൻമേരിയെ ഉടനെ പഠിത്തം കഴിഞ്ഞ് UK തിരിച്ചു വരുമെന്ന് ഇപ്പൊ സ്റ്റീഫൻ വിളിച്ച് പറഞ്ഞു. ആൻമേരിയെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവളുടെയും ആൽഫിയുടെയും കല്യാണം നടത്തണമെന്നാ അയാൾ പറയുന്നത്. അതെങ്ങനെയെന്ന് ആലോചിക്കുമായിരുന്നു ഞാൻ. കൈകൾ രണ്ടും കൂട്ടിത്തിരുമ്മി സൂസി ടെൻഷനോടെ പറഞ്ഞു. എന്റെ സൂസി, ആൽഫിയുടെ ഭാഗ്യത്തിൽ നിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് തനിക്ക് സ്റ്റീഫച്ചായന് വാക്കുകൊടുത്ത പോലായിരുന്നു. കാര്യം സ്റ്റീഫച്ചായൻ തൻ്റെ ചേട്ടനൊക്കെ തന്നെയാണ്. പക്ഷെ ആഗ്രഹിച്ച കാര്യം പുള്ളിക്ക് കിട്ടിയില്ലെങ്കിൽ തനിച്ചെകുത്താൻ അങ്ങേര് അറിയാലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ഒരു പരിഹാരം താൻ തന്നെ കണ്ടോ. സൂസിയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് സാഗർ ബെഡിലേക്ക് കയറി കിടന്നു. അങ്ങനെ ആൽഫിയുടെയും ആൻമേരിയുടെയും വിവാഹം നടത്താന്ന ചിന്തയിൽ കുഴഞ്ഞ് സൂസിയെ നിന്നു. നെഞ്ചിൽ വല്ലാത്തൊരു ഭാരം തോന്നി ആൽഫിക്ക് പെട്ടെന്നൊരു അസ്വസ്ഥത. നന്നായെന്ന് ചുമച്ചവൻ നെഞ്ചൊന്ന് തടവി പതിയെ എഴുന്നേറ്റ് ബെഡിലിരുന്നു. നല്ല പരവേശം തോന്നി. ബെഡിൽ സൈഡിലായുള്ള മേശപ്പുറത്തിരുന്ന ജഗ്ഗിലെ വെള്ളം എടുക്കാനായി കൈനീട്ടി. ജഗ് കുറച്ച് മാറിയിരിക്കുന്നത് കൊണ്ടൊന്ന് ഏന്തി വലിഞ്ഞതും അവൻ്റെ കണ്ണിൽ ഇരട്ടി കയറാൻ തുടങ്ങി. പെട്ടെന്ന് തലവേദനിച്ചതും അവൻ ബെഡിൽ നിന്ന് നേരെ താഴേക്ക് ഉരുണ്ടു വീണു. ഇച്ചായ! ഉറക്ക നിലവിളിച്ചുകൊണ്ട് നീയെ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കണ്ട സ്വപ്നത്തിന്റെ ഭീകരതയിൽ അവളുടെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. മുഖത്ത് പറ്റി നിന്ന വിയർപ്പ് തുള്ളികളെ കൈകൊണ്ട് തുടച്ചു മാറ്റിയവൾ അടുത്ത് കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. നീയേക്കാകെ വല്ലാണ്ടായി. ആൽഫിക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ തുടങ്ങിയ പിരിമുറക്കമാണ് മനസ്സിന്. ഒന്ന് കാണുന്നുണ്ട്, പക്ഷേ ആൾക്കരികെ പോയി നിൽക്കാനുള്ള ധൈര്യം ഇല്ലാത്തതുപോലെ തോന്നി. അത്രയ്ക്ക് വേദനിപ്പിച്ചില്ല താൻ. അതുകൊണ്ടാവില്ലേ കുഞ്ഞിനൊന്ന് കാണാൻ പോലും ഇങ്ങോട്ട് വരാതിരുന്നേ. നീയെ തലമുടിക്ക് കുരുത്ത് പിടിച്ചു. എങ്ങനെയും ആൽഫിയൊന്ന് കണ്ടാൽ മതിയെന്നായി അവൾക്ക്. പക്ഷെ എങ്ങനെ പോവും അങ്ങോട്ട്? പെട്ടെന്ന് അവൾ കുഞ്ഞിപ്പെണ്ണിനെ നോക്കി. കുഞ്ഞുസേ, വാവേ, എണീറ്റേ. നീ ഉറങ്ങുന്ന കുഞ്ഞിനെ തട്ടി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി. ആ അമ്മ! ഉറക്കം മുറിഞ്ഞ കുഞ്ഞ് കണ്ണു തുറക്കാതെ തന്നെ കരയാൻ തുടങ്ങി. ആ കുഞ്ഞുസേ, നോക്കി കരയില്ലേ വാവേ. ദേ പൊന്നിന് പപ്പക്ക് വാവാവാണെന്ന്, പപ്പക്ക് വയ്യെന്ന്. നീ വീണ്ടും കുഞ്ഞിനെ വിളിച്ചത് പറഞ്ഞതും അച്ചോ, പപ്പക്ക് വാവാഞ്ഞോ, മോളുടെ പപ്പക്ക് വയ്യേ. കുഞ്ഞിപ്പെണ്ണ് കണ്ണു തുറന്ന് വലിയ വിഷമത്തോടെ നീയോട് ചോദിച്ചു. ആടാ പൊന്നെ, മോളുടെ പപ്പക്ക് തീരെ വയ്യ. മോൾക്ക് കാണണ്ട പപ്പയെ. മേഞ്ഞം, മോൾക്ക് കാണും പപ്പയെ. നീയെ ചോദിച്ചതിന് ചുണ്ടക്കപ്പുറത്തി കുഞ്ഞിപ്പെണ്ണ് പറഞ്ഞു. അത് കാണെ നീയെ കണ്ണൊന്നും തിരിച്ച് ചിരിച്ചു. വാ, അമ്മ കൊണ്ടുപോകാം പപ്പയുടെ അരികെ, വാ. കുഞ്ഞിപ്പെണ്ണ തോളിലെടുത്ത് നീയെ മുറിയെന്നിറങ്ങി. ആൽഫ്യങ്കാരൻ തന്നെ കണ്ട് ദേഷ്യപ്പെട്ട കുഞ്ഞിനവനെ കാണുമെന്ന് പറഞ്ഞത് കൊണ്ടുവന്നതാണെന്ന് പറയാലോ അവൾ ഓർത്തു. അവൾ ഹാളിലെ വാളിൽ തൂക്കിയിട്ടിരിക്കുന്ന കീ ഹാങ്ങിൽ നിന്നും ആൽഫിയുടെയൊക്കെ ഫ്ലാറ്റിന്റെ കീ എടുത്തു. ശിവ പോയപ്പോൾ മുരുകനെ ഏൽപ്പിച്ചതാണ്. അയാൾ ശിവയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് വന്നപ്പോൾ ഇവിടെ തന്നതാണ്. നീയെ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഫ്ലാറ്റ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ആൽഫിയുടെ ഫ്ലാറ്റ് കീ ഉപയോഗിച്ച് തുറന്നു. അകത്ത് കയറി ആൽഫി കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഒങ്ങു വായിക്കൂല്ലേ അമ്മേ? അറിയില്ല മുത്തേ, നമുക്ക് നോക്കാട്ടോ. അമ്മയുടെ മോൾ ഒത്തിരി ഒച്ച വെക്കല്ലേ. നീ അവളുടെ കവളിലൊന്ന് തലോടി പറഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് തലയാട്ടി സമ്മതം പറഞ്ഞു. പാതി ചാടിയിരിക്കുന്ന ആൽഫിയുടെ മുറിയുടെ വാതിൽ പതിയെ തുറന്നതും അകത്ത് കണ്ട കാഴ്ചയിൽ അവളൊന്ന് ഞെട്ടി. കാലിൽ രണ്ടും വെളിയിലേക്കിട്ട് കട്ടിലേക്ക് എഴുന്നേറ്റ് കൈ എത്തിച്ച് മേശപ്പുറത്തേക്കുന്ന വെള്ളമെടുക്കാൻ ശ്രമിക്കുകയാണ് ആൽഫി. പക്ഷേ ബോധം മറയും പോലെ കണ്ണുകൾ അടഞ്ഞ് അവൻ്റെ തലൊരു വശത്തേക്ക് ചിരിഞ്ഞു പോകുന്നുണ്ട്. ഇച്ചായ! അവൻ താഴേക്ക് വീഴുന്ന കണ്ട നീയ കുഞ്ഞിനെ നിലത്തേക്ക് നിർത്തി ഓടിച്ചെന്നവനെ ഒരു സൈഡിൽ നിന്ന് താങ്ങിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചു. ഇച്ചായ, ഇച്ചായ! അവളവൻ്റെ മുഖത്തേക്കൊന്ന് തട്ടി. ഇവാ. പ്രിയപ്പെട്ടവളുടെ സാമീപ്യം അറിഞ്ഞതും കാറ്റ് പോലെ നേരത്തെ ശബ്ദത്തിൽ വിളിച്ചുകൊണ്ട് ആൽഫി അവളുടെ തോളിലേക്ക് ചാഞ്ഞു. എന്റെ മാതാവേ, നല്ല ചൂടുണ്ടല്ലോ ഈശോയെ. നീ അവന്റെ മുഖത്തും നെഞ്ചിലുമെല്ലാം ഒന്ന് തൊട്ടു നോക്കി ആവലാതിയോടെ പറഞ്ഞു. അപ്പൊക്ക് വയ്യേ മമ്മേ? കാട്ടിലിന്റെ അടുത്ത് നിന്ന് കുഞ്ഞിപ്പെണ്ണ് വിഷമത്തോടെ ചോദിച്ചു. കുഞ്ഞി കണ്ണെല്ലാം നിറച്ചിപ്പ് കരയുന്ന മട്ടിലാണ് പെണ്ണ് നിൽക്കുന്നത്. ഒന്നുമില്ലട മുത്തേ, മോളുടെ പാപ്പക്ക് അപ്പൊക്ക് വയ്യാത്തോണ്ടാട്ടോ. കുഞ്ഞിനെ ആശ്വസിപ്പിക്കാൻ എന്നോണം പറഞ്ഞിട്ട് അവൾ പതിയെ ആൽഫിയെ താങ്ങി പിടിച്ച് ബെഡിലേക്ക് എടുത്തി. വാവേ, അപ്പയുടെ കൂടെ ഇവിടെ നിൽക്കണേ, അമ്മ ഇപ്പൊ വരാട്ടോ. കുഞ്ഞിനോടൊന്ന് പറഞ്ഞിട്ട് നീയെ പോകാനായി തിരിഞ്ഞതും ആൽഫി അവളുടെ കയ്യിൽ കയറി പിടിച്ചു. പോകല്ലേടി പെണ്ണെ, എന്നെ വിട്ട് ഇനിയും പോകല്ലേ. കണ്ണുകളിറകെ അടച്ച് വിറച്ച് അവൻ പിച്ചിയും പേയും പറയും പോലെ പറയുന്നത് കേട്ടതും നീയുടെ നെഞ്ചി പിടഞ്ഞു.
ഇല്ല ചോ, ഞാൻ എവിടെ പോവാനാ? നിങ്ങളല്ലേ എനിക്കെല്ലാം. കരഞ്ഞുകൊണ്ട് ആൽഫിയുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചവൾ പറഞ്ഞു. പതിയവന്റെ കൈ പിടിച്ച് അവൾ അടുക്കളയിലേക്ക് ഓടി. ഒരു ബൗളിൽ കുറച്ച് തണുത്ത വെള്ളവും കബോർഡ് തുറന്ന് കുറച്ച് കോട്ടണും നെറ്റിയിൽ പുരട്ടാൻ ബാമുമൊക്കെ എടുത്ത് അവൾ അവന്റെ അരികിലേക്ക് ഓടി വന്നു. കോട്ടൺ നനച്ച് ആൽഫിയുടെ നെറ്റിയിൽ വെച്ചു. അവനിട്ടിരുന്ന ഷർട്ട് ഊരി അവന്റെ നെഞ്ചിൽ ബാമ്പിട്ട് നന്നായി തടവി. തൻ്റെ അമ്മ ചെയ്യുന്നതൊക്കെ നോക്കി കണ്ട് കട്ടിലിന്റെ സൈഡിൽ പിടിച്ചുകൊണ്ട് കുഞ്ഞിപ്പെണ്ണും അവിടെ നിന്നു. കബോർഡ് തുറന്നൊരു കട്ടിയുള്ള ബ്ലാങ്കറ്റ് എടുത്ത് ആൽഫി നന്നായി പൊതിഞ്ഞു. അപ്പോഴും അവൻ വിറക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം അവന്റെ കാൽ ചുവട്ടിലേക്ക് ഇരുന്ന് കാൽവെള്ളം തിരുമ്പി ചൂട് വെക്കാൻ തുടങ്ങി. അമ്മ കാണിക്കുന്ന കണ്ട കുഞ്ഞിപ്പെണ്ണ് ഏന്തി വലിഞ്ഞ് കട്ടിലേക്ക് കയറി ആൽഫിയുടെ മറ്റേ കാലിൽ അവളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് തടവാൻ തുടങ്ങി. അത് കണ്ടത് നീയുടെ കണ്ണു നിറഞ്ഞു. അവൾക്ക് ജീവനാണ് അവളുടെ പപ്പ. മറ്റേക്കാളും നന്നായി തനിക്കും അറിയാതെ. അമ്മ കാര്യോ പപ്പയുടെ ഉവാവ് വേഗം മാറും കത്തോ. നീയെ കരയുന്നത് കണ്ട കുഞ്ഞി അവളോട് പറഞ്ഞതും നീ ഒരു ചിരിയോടെ തൻ്റെ കണ്ണൊന്ന് തുടച്ചു.